ചേട്ടാ ചേച്ചി. ഹലോ, വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ്. നീതു ആണ്, കൂടെ പാറുക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 10 മണിക്കാണ്. അപ്പവും സ്റ്റൂ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ അത് കാരണം കാര്യമായിട്ട് വിശപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിശപ്പായിട്ടുണ്ട്. ഞങ്ങൾ വേറെ 2 ഷോപ്പിലും കൂടെ പോകാനായിട്ട് ഇറങ്ങണേ. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇപ്പോൾ സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ചെന്നൈയിൽ റെസ്റ്റോറൻറ്റ്സിൽ മിക്കവാറും നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ പീക്ക് ടൈമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സമയത്താണ് ഇങ്ങനെ സാറ്റർഡേ പുറത്ത് പോയി കഴിക്കുന്നെങ്കിൽ കഴിക്കാറുള്ളൂ. അതല്ല സൺഡേ മിക്കവാറും ഒഴിവാക്കാറുണ്ട്. കാരണം സൺഡേ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. പാറു ഒരു ഹായ് പറഞ്ഞേടാ, ഒരു ഹായ് പറഞ്ഞേ. നീ എന്ത് ചെയ്യണേ? നാക്കൊക്കെ അകത്തെ ഇട്ടേ ഇട്ടേ. അയ്യേ, ബാഡ് ഗേൾ ആയിട്ട് അങ്ങനെ ചെയ്യണേ പാറു. അപ്പൊ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോവാം. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ കേട്ടോ. അപ്പൊ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ 2 ഷോപ്പിലാണ് പോണേ. ഒന്ന് മാക്സിൽ പോകണമെന്ന് വിചാരിക്കണം. പിന്നെ ഒരു കാസ്റ്റേന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ അടുത്ത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒന്ന് പോയിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. പാറുമാതാ പിള്ളേരെയൊക്കെ കണ്ടിട്ട് പറയാട്ടോ അടുത്ത വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്ന ഫുഡ് കഴിക്കാനല്ല, കാസ്റ്റേൻ്റെ ഷോപ്പിലേക്കാട്ടോ. പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ OMRലേക്കുള്ള ലിങ്ക് റോഡ്, പള്ളിക്കരണിയിൽ നിന്നുള്ള റോഡിൽ കൂടെ, റേഡിയൽ റോഡിൽ കൂടെ നമ്മൾ പോണേ. നമ്മൾ OMRൽ കൂടെ ആട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. OMR വേൾഡ് ട്രേഡ് സെൻറ്റർ. ഇവിടെ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ അടുത്താണ് നമ്മൾ പോകേണ്ട സ്ഥലം. ഒരു റോഷ് കുക്ക് വെയർ. അവിടെ നോക്കി നമ്മൾ മാപ്പ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനതാ റോഷ് കുക്ക് വെയറിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ അവിടെ വീഡിയോ അലോഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതാണ് ഷോപ്പ് കാണുന്നത്. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കടായൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഷോപ്പ്. ഉള്ളിലേക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ സാധനങ്ങൾ. എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ല. ഷോപ്പ് എനിക്കിഷ്ടമായിട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. അത്ര വലിയ ഷോപ്പൊന്നുമല്ല, പക്ഷേ ഈ കാണുന്നത് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് അങ്ങോട്ട് ഉള്ളിലേക്കുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. നമുക്ക് അടുക്കളയിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇപ്പോൾ ഈ OMRൽ തന്നെ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങ് മാറിയ റോഡിലാണ് പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിൽ പോവാം. ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. OMRൽ തന്നെയുള്ള സീഷൽ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിരിക്കണേ. അപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, മട്ടൻ ബിരിയാണി. പിന്നെ മലായ് ചിക്കൻ ടിക്ക അതും ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് വന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു. അപ്പോൾ പാറുവിന് ബിരിയാണിയുടെ റൈസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അത് കഴിക്കുന്നുണ്ട്. നോൺ വെജ് ഒന്നും പൊതുവേ പാറു കഴിക്കാറില്ല. റൈസ് അവൾ കഴിക്കും. അവൾക്ക് തന്നെ കഴിക്കണതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ പുറത്ത് വന്നപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും കേട്ടോ. ഇത് ബേസിൽ സീഡ്സ് ഇട്ട ജ്യൂസസോ അങ്ങനെ ഡ്രിങ്കോ അങ്ങനെ എന്തോ ആണ്. നമ്മൾ വാങ്ങിയില്ലായിരുന്നു. ഞാൻ ആ കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ്. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ പാർക്കിങ്ങിലേക്ക് നടക്കുക കേട്ടോ.
നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഇതാ നടക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കൗണ്ടറിൽ ഞാൻ നോക്കുമ്പോൾ ചില്ലിൻ്റെ കൂട്ടിൽ പഴംപൊരി ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിപ്പോയി. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ ആണെങ്കിലും ചെന്നൈയിൽ ഞാൻ പഴംപൊരി ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഷൈചേട്ടനെ വിളിച്ച് കാണിച്ചു, ഇതാ ചായയും പഴംപൊരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷൈചേട്ടൻ പറഞ്ഞു ഈ പഴംപൊരിയുടെ ഷേപ്പും രൂപമൊക്കെ മാത്രമേ ഉള്ളൂ, പക്ഷേ സംഭവം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ, വേറെ ഒരു ടേസ്റ്റാണ് ഇവിടെ കിട്ടുന്നതെന്ന്. അപ്പം ഞങ്ങൾ പാർക്കിംഗ് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് നടക്കുവാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിന് പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കാറിലേക്ക്. റെസ്റ്റോറൻറ്റിൽ മൊത്തം പാട്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല. കുഴപ്പമില്ലായിരുന്നു. മട്ടൻ ബിരിയാണി തമിഴ് ഒരു സ്റ്റൈലായിരുന്നു, അതാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല. കാരണം ഗ്രേവിയും ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ റൈസിൻ്റെ ഫ്ലേവർ നല്ലായിരുന്നു, പക്ഷേ ആ മീറ്റിൻ്റെ ഒരു ഇതില്ലേ അതെനിക്കൊരു സുഖമായില്ല. പിന്നെ ടിക്കായിരുന്നു വേറെ പറഞ്ഞത്. നാൻ വേണോ, പിന്നെ രണ്ടും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു പോകും. അപ്പോൾ പിന്നെ നാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ ടിക്ക കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ വേറെ നമ്മുടെ മേടവക്കത്ത് ഒരു സ്ഥലത്ത് പോയി കഴിക്കാറുണ്ട്, അത് ഒന്നും പറയാനില്ല, സൂപ്പർ എന്ന് തന്നെ പറയാം. അവിടെ ഒരു ദിവസം പോണ വീഡിയോ നമ്മൾ പോകുമ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടാൽ തന്നെ എന്താ പറയുക, മൗത്ത് മെൽറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അതുമാതിരി തന്നെയാണ്. അപ്പം നമ്മൾ കാറിലേക്ക് കയറാൻ പോവാം കേട്ടോ. ഇനി മാക്സി പോകണം. എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ സ്വഭാവം? ഈ പാറു വന്നേ പിന്നെ കേട്ടോ എനിക്ക് ഈ സ്വഭാവം തുടങ്ങിയത്. ലാസ്റ്റ് തരുന്ന ഈ ജീരകമിഠായി ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞൊരു ഇത്തിരി എടുത്തുകൊണ്ട് വരാം. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അധികം കൊടുക്കാൻ പാടില്ലല്ലോ, ഷുഗർ അല്ലേ മൊത്തം. അത് കാരണം ഒരു 5 ഇതുപോലെ പൊതിഞ്ഞുകൊണ്ട് വരും, അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല. നമ്മളിതാ മാക്സിൽ വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അതാ മാക്സ് എത്തി. ഇവിടെ നമ്മളിതാ മാക്സിൻ്റെ പാർക്കിങ്ങിലേക്കാട്ടോ വന്നേക്കണേ. പാറു ഭയങ്കര ഹാപ്പിയാണ് ഇത് കിട്ടിയതുകൊണ്ട്. മാക്സിൽ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഓഫറുള്ള ആ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് മൊത്തം ഓഫറായുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓഫറുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അത്ര നേരം ഷൈചേട്ടനാണ് ഇവിടെ മാനേജ് ചെയ്തിരുന്നത് കേട്ടോ, പാറുവിനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് കരയായിട്ടൊന്നും എനിക്ക് പറ്റിയത് ഇപ്പം എനിക്ക് ആവശ്യമുള്ളതൊന്നും കരയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓഫറുള്ള ഒരുപാട് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമുള്ളതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ ഒന്നും. അങ്ങനെ പാറുവിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ഷൈചേട്ടൻ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയേക്കോട്ടോ. രണ്ടു പേർക്കും ഒരുമിച്ചൊന്നും നോക്കാൻ പറ്റില്ല. ഇവളെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇവളെ ഏത് വഴിക്ക് പോകുമെന്ന് ഒരു പിടി ഉണ്ടാവില്ല. അപ്പോൾ പാറുവിൻ്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോസ് ആട്ടോ ഇതൊക്കെ. എനിക്ക് മാക്സിലെ ബാഗ്സൊക്കെ, എനിക്ക് മാക്സിൽ അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. കുറച്ച് എക്കണോമിക് റേറ്റ് ആയിട്ട് നമുക്ക് ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതും നല്ല ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ചെരുപ്പ് മാക്സിലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ചെരുപ്പ് വാങ്ങിച്ച് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിച്ചിട്ടും എനിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷൈചേട്ടൻ അവിടെ കുറച്ച് സെലക്ട് ചെയ്തിട്ട് ട്രയൽ റൂമിലൊക്കെ പോയിട്ട് ഞാൻ ഈ ട്രയൽ റൂമിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നോക്കണ്ടേ, ഇവളല്ലെങ്കിൽ ഓടിക്കളയും. അപ്പോൾ പാറുവിന് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ കളി തുടങ്ങിയിട്ട് പിന്നെ നിർത്തുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങോട്ട് വരുമ്പോൾ അവൾ അങ്ങോട്ട് ഓടും. ഇത് ഓരോ ഒച്ചയിൽ ചിരിച്ചുകൊണ്ടാണ് ഈ ഓട്ടം മുഴുവനും നടത്തണേ. അവിടെ എല്ലാവരും വന്ന് നോക്കുമായിരുന്നു ഇങ്ങനെ ചിരിക്കണേ ആരാ അവിടെ ഉള്ളതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, കുറേ നാളായി ഇവരെ പല എക്സിബിഷൻസ് നടക്കുന്നത്, നമ്മൾ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പാറുവിന് ഇന്നതേ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ മാക്സിൽ നിന്ന് ഈ ഡോള്. അവൾക്ക് ഒരെണ്ണം എടുത്ത് അവൾ നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ടത്. അപ്പോൾ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ
അത് ബോയ് ആയിരുന്നു, ഇത് ഗേളാണ്. അപ്പോൾ ഇവള് ഇത് മതി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ആ പിങ്ക് കളറൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ യൂ ടേണിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പുതിയ ഫ്ലൈ ഓവർ ആണ്. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഈ റോഡിൽ കൂടെ യൂ ടേൺ എടുക്കുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് വരും. നമ്മൾ മാക്സിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ ഓഫറിലുള്ള സംഭവങ്ങളൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ കത്തിപ്പാറ അർബൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അത് കത്തിപ്പാറ ഫ്ലൈ ഓവറിന് താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് മാതിരി ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വേറെ കുറച്ച് സ്പേസും കൂടെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് അങ്ങ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് പോകാട്ടോ. ഇതിനു മുന്നേ ഞാനിവിടെ ചെന്നൈ സാന്തോം എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ കലാക്ഷേത്ര ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ടുണ്ട്. ഏകദേശം ആ ഒരു ടൈപ്പ് ഓഫ് എക്സിബിഷൻ തന്നെയാണ്, അങ്ങനത്തെ സംഭവം അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം കേട്ടോ. നല്ല രസമാണ് എനിക്ക് എക്സിബിഷൻ കാണാൻ പോകാനായിട്ട്. പണ്ട് വനിത ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇതുപോലെ എക്സിബിഷൻ വരുമ്പോൾ മിക്കവാറും പോവും. പിന്നെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ എക്സിബിഷൻസ് വരുമ്പോൾ പോവും. ഓണത്തിൻ്റെ എക്സിബിഷൻ വരും എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ, അതിന് പോവും. അതൊക്കെയാണ് എക്സിബിഷന് പോയിട്ടുള്ള നിറയെ ഓർമ്മ. പിന്നെ എല്ലാ വർഷവും നമ്മുടെ കൊച്ചിയിൽ ബാംബു എക്സിബിഷൻ വരും ടൗൺ ഹാളിൽ. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പോകാറില്ല, ഞാൻ അവിടെ ഇല്ല. അതിന് മുമ്പൊക്കെ പോവായിരുന്നു, ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിന് പോവും. അങ്ങനെ എക്സിബിഷനൊക്കെ മിക്കവാറും മുടങ്ങാതെ, ഫ്ലവർ ഷോ ഇതിനൊക്കെ മുടങ്ങാതെ പോകണമായിരുന്നു. അപ്പം ഇപ്പം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ പോകട്ടോ. അപ്പോൾ എത്താറായോ ഷെയ്ച്ചേട്ടാ? എത്തി. അപ്പം നമുക്ക് എക്സിബിഷനൊക്കെ കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നിൽക്കുമ്പോഴേ, ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട്. ഫ്ലൈറ്റ് ശരിക്കും ഇങ്ങനെ പോകുമ്പോഴേക്കും നമുക്ക് താഴെ നിന്നിട്ട് ശരിക്കും കാണാൻ പറ്റും കേട്ടോ, ഫ്ലൈറ്റ് അങ്ങനെ പറക്കുന്നത്. അപ്പം അതും കൂടെ കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, ഭയങ്കര ഹൈറ്റിലല്ല പോകുന്നത്, നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. പാറൂനും ഇവിടെ വന്നപ്പം ഇവിടെ ഫുഡ് കോർട്ടിൽ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റ് മാതിരിയാണ്, ഫുഡ് കോർട്ടല്ല, ഒരു സ്ട്രീറ്റ് മാതിരിയാണ്. പക്ഷെ നല്ല രസമാണ്, നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിതാ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ എന്താ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയും ബഹളവും നല്ല ഒരു എന്താ പറയുക, നമ്മളൊരു ക്രൗഡിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഇല്ലേ, ആ സംഭവം. ഞങ്ങൾ ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചങ്ങ് മാറി ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, കാരണം ഒരുപാട് ലോങ് ആയി പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.